ആരെയാ പറഞ്ഞ? നോക്കിപ്പോടാ. നീ എന്തെന്നാണ് ഈ കിടന്ന് കാണിക്കുന്നത്? ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്ന കേട്ടോ നിന്നെ. ഇന്നലെ ഉറക്കം തീരെ ശരിയായിട്ടില്ല. എടാ നീ ഒന്ന് ഒറ്റയ്ക്ക് പോയിട്ട് വരുമോ? നീ വരുന്നില്ലേ? ഇപ്പൊ പുള്ളി രാവിലെ തൊട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നേ. ഇന്നെങ്കിലും ചെന്ന് കാണണ്ടേ പുള്ളിയെ? എനിക്ക് വേറെ കുറച്ച് പരാട്ടുണ്ട്, നീ ഇത് പോയിട്ട് വാ. എന്തുകൂടെ എന്തോ നിന്റെ പ്രശ്നം? നീ പറയുന്നൊന്ന് മനസ്സിലാക്കും. ശരി. എന്ത് പറ്റി ബേബി പെട്ടെന്ന് ഇങ്ങനൊക്കെ തോന്നാൻ? അറിയില്ല ഡോക്ടർ, എനിക്കിപ്പോഴും ഞെട്ടലങ്ങ് മാറിയിട്ടില്ല. 10 വയസ്സ് പോലും ആയിട്ടില്ല ആ കുട്ടിക്ക്. എൻ്റെ മൂത്ത് നോക്കി എൻ്റെ പേരും ഞാൻ പഠിച്ച സ്കൂളിൻ്റെ പേരും ഇങ്ങോട്ട് പറഞ്ഞു. അതൊരു തോന്നലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ശരിക്കും അങ്ങനെ സംഭവിച്ചു. അതൊക്കെ പോട്ടെ, ആരെയാ പറഞ്ഞ? എൻ്റെ ഒരു പഴയ ക്ലാസ്മേറ്റായിരുന്നു. 1ാം ക്ലാസ് തൊട്ട് നമ്മൾ ഒരുമിച്ചായിരുന്നു. എന്നിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വെക്കേഷനായിരുന്നു. റിസൾട്ട് വരാൻ ഒരാഴ്ച എന്താ ബാക്കി. അമ്മയുടെ കൂടെ നാട്ടിൽ പോയ അപർണ അവിടെയുള്ളൊരു പുഴയിൽ കുളിക്കാൻ പോയാ, മുങ്ങിപ്പോയി. പിന്നെ 2 ദിവസം തിരിഞ്ഞിട്ടാണ് കിട്ടിയത്. അവളുടെ മുഖമൊക്കെ ആപ്പാടെ ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴാ തരിപ്പങ്ങ് മാറിയിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം എപ്പോഴെങ്കിലും എബി അപർണനെ കുറിച്ച് ഓർത്തിരുന്നോ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാണ്. അല്ലെങ്കിൽ ഞാനിതിൽ എന്നെ കുറിച്ച് ആലോചിക്കും. അപ്പൊ പിന്നെ ആ കുട്ടിയുടെ പ്രേതം ആവാനാണ് ചാൻസ്. എബി ഇപ്പൊ എത്ര നാളായി ടാബ്ലറ്റ് കഴിച്ചിട്ട്? ഒരു വർഷത്തോളമായി കാണും. അപ്പൊ എൻ്റെ അങ്ങനെ ആവശ്യം വരാറില്ല. ഉറങ്ങിട്ടോ? ഒരു 2 ആഴ്ചയായി കാണും. ഈ എഴുത്തുപരിപാടികളൊക്കെ ഉള്ളതുകൊണ്ടേ അതുകൊണ്ടും രാത്രിയിലാണ് ഇരിക്കാറ്. എബി ഇപ്പൊ കുറച്ച് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ബിക്കോസ് യു ആർ സ്ട്രെസ്ഡ്. ഞാനൊരു ടാബ്ലറ്റ് തരാം, എന്നിട്ട് അത് കഴിച്ച് നമുക്ക് സ്ലീപ്പ് സൈക്കിളൊക്കെ ഒന്ന് നോർമൽ ആക്കാൻ നോക്കാം. എഴുത്തൊക്കെ കുറച്ചൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് പതുക്കെ മെഡിസിൻ റീസ്റ്റാർട്ട് ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിക്കാം. ഓക്കെ അല്ലേ? ആ പിന്നെ ഇന്ന് തിരിച്ചു പോകുമ്പോ ആ കൊച്ചിന് ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തു. താങ്ക് യു. എന്നോട് ഇതൊരു പേര് പറഞ്ഞില്ല കേട്ടോ. അക്ഷര രാജീവ്. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? ഇനി 6 അപ്പൊ ശരി, നാളെ കാണാം. ബൈ. ബൈ. അടാ എന്താ പോയിട്ട് വിളിയെന്ന് പറഞ്ഞു? സ്ഥിരം പരിപാടി തന്നെ, ചുമ്മാ ഇട്ട് നമ്മളെ വലിപ്പിക്കാനായിട്ട്. എടാ എനിക്ക് വന്നല്ലോ കേട്ടോ അവൻ്റെ 10 വയസ്സ് ഉണ്ടെന്ന്. ചുമ്മാ നമ്മളായിട്ട് വലിപ്പിക്കാനായിട്ട്. എടാ നമുക്ക് വിടാം, ഇനി വേറെ ആരും നോക്കാം. അത് തന്നെ നല്ലത്.